അത് നമ്മളെന്തായാലും ചോദിക്കുമല്ലോ, കൂടുതൽ സീറ്റ് ചോദിക്കും. മത്സരരംഗത്തുണ്ടല്ലോ, എപ്പോഴും ഉണ്ടല്ലോ, റെഡിയാണല്ലോ, കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്ക് വയസ്സായില്ലല്ലോ. നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർക്ക് മുന്നേറി മാറിയത്. എപ്പോഴൊന്നും അങ്ങനെ മാറുന്നില്ല. ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്നും മാറി പറയാറില്ല. അല്ല, ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിച്ചു, ആ സർവേയുടെ ഉദ്ദേശം അതിൻ്റെ ലക്ഷ്യത്തെ വഴിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയമായ ഒരു ലക്ഷ്യമല്ല അതിനുള്ളത്. ഒരു സർക്കാർ എന്തെല്ലാം ചെയ്തു, ഇനി എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന് പൊതുജനങ്ങളോട് ചോദിക്കാനുള്ള ഒരു തീരുമാനം, അതിനെ ഒരു ഇലക്ഷനുമായി കണക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അതിനകത്തൊരു സതുദ്ദേശമാണുള്ളത്. കാരണം ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും ഇതിൽ പങ്കാളികളാവുന്നില്ല. ഈ ഭരണത്തിലോ രാഷ്ട്രീയത്തിലോ വോട്ട് ചെയ്യാനോ തയ്യാറാവുന്നില്ല. അവരെ ഇതിൻ്റെ ഭാഗമായി ഇൻവോൾവ് ചെയ്യിക്കാന്നാണ്. വോട്ട് ചെയ്യാൻ പോലും, വോട്ട് ചേർക്കാൻ പോലും ന്യൂ ജനറേഷനിലെ ചെറുപ്പക്കാരായ കുട്ടികൾ തയ്യാറാവുന്നില്ല. അപ്പോൾ അവരെ ഇതിലേക്ക് ആകർഷിക്കാൻ, അവരുടെ ഒപ്പീനിയൻ, ഈ നാട് എങ്ങനെയാകണം എന്ന് അവരാണ് സ്വപ്നം കാണേണ്ടത്. നമ്മളല്ല, വളരെ ചെറുപ്പമായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരാണ് കാണേണ്ടത് നാളെ എങ്ങനെയാവണം, നാളെ എങ്ങനെ ആകണമെന്നുള്ള ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അല്ലാതെ അതൊരു ദുരുദ്ദേശമുള്ള കാര്യമല്ല. അതിപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പിന്നെ ഇവിടെ ബീഹാറിൽ എന്താണ് ചെയ്തത്? ഇലക്ഷന് തലേ ദിവസം എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് 10,000 രൂപ ഇട്ടു. അതുപോലെയല്ലല്ലോ ഇത്. ഇതൊരു 10 വർഷം ഭരിച്ചൊരു സർക്കാർ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ഇനി ഞങ്ങൾ വന്നാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പ്രകടന പത്രിക തയ്യാറാക്കാൻ പോലും അത് ഉപകാരപ്പെടും. അല്ലാതെ രാഷ്ട്രീയമായി മാത്രം അതിനെ കാണുന്നത് ശരിയല്ല. അല്ല, വീഴ്ചകൾ ഉള്ളതുകൊണ്ടാണല്ലോ. കാരണം ഇത്രയും വികസനങ്ങൾ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ പല ബസ്സുകളും വന്നു പോയി. അതിന് പുറത്ത് പരസ്യങ്ങളാണ്. 5 ലക്ഷത്തിലധികം വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുത്ത സർക്കാർ, 5,50,000 പട്ടയം കൊടുത്ത സർക്കാർ. മോശം സർക്കാരാണോ? ഈ UDFന്റെ അവസാനം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾ അന്വേഷിക്കുക, ഒരു ഭവന പദ്ധതി പോലും ഉണ്ടായിരുന്നില്ല. ഈ ലൈഫ് എന്ന പദ്ധതി കൊണ്ടുവരുന്നത് 1ാം പിണറായി സർക്കാരാണ്. അതിനു മുമ്പ് യാതൊരുവിധ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പിന്നെ പ്രധാനമന്ത്രി വകയായിട്ട് കൊടുക്കുന്ന വീടുകളാണ് വെച്ചിരുന്നത്. അത് SC ST വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് കൂടുതലും. ജനറൽ വിഭാഗത്തിന് വളരെ കുറവായിരുന്നു. അങ്ങനെ തുച്ഛമായ നമ്പർ വീടുകളാണ്. മുനീറായിരുന്നു അന്ന് പഞ്ചായത്തിൻ്റെ മന്ത്രി. അദ്ദേഹം പലപ്പോഴും നിർബന്ധിക്കാറുണ്ടായിരുന്നു. ഞാനും അദ്ദേഹം പറയുന്നുണ്ട് വീട് വെച്ച് കൊടുക്കണമെന്ന്. അതുപോലെ തന്നെ അതിന് മുമ്പിരുന്ന സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച വീടുകൾ തീർക്കാൻ പോലും ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറായില്ല. അങ്ങനെ ഒരു സമരം ഉണ്ടായിരുന്നു, അത് മറക്കരുത്. BSന്റെ സർക്കാർ അവസാനിച്ചപ്പോൾ വീടുകൾ തറ കെട്ടിയിട്ടിരുന്നു. അതിൻ്റെ ഫിനിഷിങ്ങിന് പൈസ കൊടുക്കാൻ പറഞ്ഞു. അതാ സർക്കാർ, UDF സർക്കാർ കൊടുത്തില്ല. മാത്രമല്ല അതിനെ തുടർന്ന്, അത് കൊടുത്തില്ലെന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് ഒരു ഭവന പദ്ധതി 5 വർഷവും ഉണ്ടായിരുന്നില്ല. തർക്കിക്കാമോ VD സതീശന്? അല്ലെങ്കിൽ ആർക്കെങ്കിലും തർക്കിക്കാമോ? ഞാൻ പറയുന്നു ഇല്ലായിരുന്നു. ഞാൻ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളല്ലേ. അന്ന് ഞങ്ങൾ നിർബന്ധമായി, ഞാനും മുനീറും നിർബന്ധമായി പറയുമായിരുന്നു ഭവന പദ്ധതി വേണം. ആരും ചോദിക്കൊണ്ടില്ല. 5 വർഷം പിന്നിട്ടു. ഞാൻ ഇടയ്ക്ക് വെച്ച് പോയി. പക്ഷേ 5 വർഷം പിന്നിട്ടിട്ടും ഭവന പദ്ധതി ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ലൈഫ് പദ്ധതി വന്നത്. അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട് ലഭിച്ചു എന്നുള്ളത്. അതും 1 ലക്ഷം രൂപയുടെ വീടാണ് അന്ന് ചെയ്തിരുന്നത്. ഇത് 4 ലക്ഷം രൂപയുടെ വീടാണ്. ആ വ്യത്യാസമുണ്ട്. 4 ലക്ഷം രൂപയുടെ വീടാണ് ഈ 5 ലക്ഷം വെച്ചു എന്ന് പറയുന്നത്. 5 ലക്ഷം വീടുകൾ കൊടുത്തു എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയ്ക്കുള്ള വീടാണ്. അല്ല, 1 ലക്ഷം രൂപ അന്ന് കൊടുക്കാനുണ്ടായിരുന്ന 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപ തികച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് അടിത്തറ കെട്ടിയിട്ടിരുന്നത്. അവർ പലരും വളരെ സ്വന്തം നിലയ്ക്ക് അവസാനം എങ്ങനെയൊക്കെയോ അവർ കഷ്ടപ്പെട്ട് തീർത്തു. അവർ സമരരംഗത്തുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ആദ്യം അധികാരത്തുമ്പോൾ അവർ സമരരംഗത്തുണ്ടായിരുന്നു. ആ സമരത്തിൽ അവർ നടത്തിയ സമരത്തിൽ UDFന്റെ പല നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. ഞാനും പങ്കെടുത്തിട്ടുണ്ട്, മന്ത്രിയായി വരുന്നതിന് മുമ്പ്. പക്ഷെ അതുകൊണ്ട് അവരെ കാര്യം പറഞ്ഞിട്ട് ആരും ജപിക്കൊണ്ടില്ല. അവരിപ്പോൾ ഓർമ്മയിലുണ്ടല്ലോ, അവർ ഈ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അത്രേ പറഞ്ഞുള്ളൂ. ഇത് കുഴപ്പമുള്ളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ മിടുക്കന്മാരായിരുന്നു പറഞ്ഞാൽ മതി. അയ്യോ, ഞാൻ പാവപ്പെട്ടവരുടെ നിന്ന് അവിടെ തന്നെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർക്ക് മുന്നേറി മാറിയത്. എപ്പോഴൊന്നും അങ്ങനെ മാറുന്നില്ല. ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്നും മാറി പറയാറില്ല. അതുകൊണ്ട് ഒരിക്കലും ചെയ്യും. എൻ്റെ കൂടെയുള്ള പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും LDFൽ വളരെ കംഫർട്ടബിളാണ്. LDFന്റെ നയങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. ഞങ്ങളൊരു മതേതര നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കേരള കോൺഗ്രസ് B എന്ന് പറയുന്നത് R ബാലകൃഷ്ണപിള്ള സ്ഥാപിച്ചത് ഒരു മതേതര നിലപാട് സ്വീകരിക്കാനും തൊഴിലാളിയോടും പാവപ്പെട്ടവരോടും ചേർന്ന് നീക്കാനുള്ള പാർട്ടിയാണ്, പണക്കാരുടെ പാർട്ടിയല്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ സമീപനങ്ങൾ ഞങ്ങൾക്ക് വളരെ താല്പര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. നല്ലൊരു ഗവൺമെൻറ്റിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ല, KSRTC വളർന്നു എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട റോള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ്. എനിക്കെല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹം തരും. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം നടത്തി തരാറുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ധനകാര്യ വകുപ്പുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹമാണ് കാര്യങ്ങൾ നടത്തി തരുന്നത്. അപ്പോൾ അദ്ദേഹം അത് ചെയ്തു തരുന്നു. മാത്രമല്ല, എന്നോട് ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ മന്ത്രിയോട് സംസാരിക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ പല ആശയങ്ങളും അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ, കുഴപ്പമില്ല, നടക്കട്ടെ എന്ന് പറയും. അത്രയും ഒരു സ്നേഹത്തോടുള്ള സമീപനമാണ് ഈ വിജയത്തിൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയ രഹസ്യം. എനിക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മളെന്തായാലും ചോദിക്കുമല്ലോ, കൂടുതൽ സീറ്റ് ചോദിക്കും. പിന്നെ മത്സരരംഗത്തുണ്ടല്ലോ, എപ്പോഴും ഉണ്ടല്ലോ, റെഡിയാണല്ലോ, കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്ക് വയസ്സായില്ലല്ലോ.